ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയമെൻഷനിങ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഡ്രോയിങ് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലിനെ നമ്മൾ പിക്ചോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു മെഷീൻ ആവാം, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ ആവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പിക്ചോറിയലായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സൈസും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കും. കാരണം കറക്റ്റ് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒരു പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ ഈ ഒരു ഡയമെൻഷനിങ് എന്നുള്ള പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ അളവുകളുണ്ട് അല്ലേ? അതായത് അതിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ വിഡ്ത്ത്, ഡെപ്ത്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ചിത്രത്തിൽ നമുക്ക് കാണിക്കുമ്പോൾ അതിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡയമെൻഷനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡയമെൻഷനിങ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മെത്തേഡുകൾ ഫോളോ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം അതെന്തൊക്കെയാണ്? നമുക്ക് ഓരോ ഭാഗങ്ങൾ, നമുക്കിപ്പോൾ ഒരു ഹൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റേഡിയസ് ആണെങ്കിൽ, അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയാണ് ഡ്രോയിങ്ങിൽ നമുക്ക് പിക്ചോറിയലായിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഡയമെൻഷനിങ് എന്ന്. ഇപ്പോൾ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ എക്സ്പ്രസ്ഡ് അപ്രോപ്രിയേറ്റ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് ഇൻഡിക്കേറ്റഡ് ഗ്രാഫിക്കലി ഓൺ ടെക്നിക്കൽ ഡ്രോയിങ്സ് വിത്ത് ലൈൻസ്, സിമ്പിൾസ് ആൻഡ് നോട്ട്സ്. അപ്പോൾ ടെക്നിക്കൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ടെക്നോളജി റിലേറ്റ് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഒരു പല ടെക്നിക്സ്, അതായത് ഒരു മെഷീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അതിനെ വരയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ നമുക്കൊരു സർക്യൂട്ട് വരയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പ്ലാൻ, ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒക്കെ ഒരു പ്ലാൻ വരയ്ക്കുന്നതാവാം. ഇതൊക്കെ എന്താണ്? ഒരു ടെക്നിക്കലായിട്ടുള്ള ഡ്രോയിങ് ആണ്. ഓക്കെ. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള അളവുകളും കാര്യങ്ങളും മെഷർമെൻറ്റ്സ് നമ്മളൊരു പർട്ടിക്കുലർ യൂണിറ്റ് വെച്ച്, അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് യൂണിറ്റ് യൂസ് ചെയ്ത് നമ്മൾ വാല്യൂസ്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസ് നമ്മൾ ഒരു ചിത്രത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് യൂണിറ്റ് മില്ലിമീറ്ററാണ്. അതായത് നമുക്ക് ഒരു ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ് നമുക്കറിയാം. പക്ഷേ മീറ്ററിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റുകളാണ് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും. അതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള മില്ലിമീറ്ററാണ് നമ്മൾ ബേസിക്കലി ഒരു എഞ്ചിനീയർ ഡ്രോയിങ്ങിൽ ഡയമെൻഷനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡയമെൻഷനിങ് രീതികളുണ്ട്. ഫസ്റ്റ് ഫങ്ഷണൽ ഡയമെൻഷനാണ്. ഫങ്ഷണൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയമെൻഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ ടു ദ ഫങ്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് ഓർ സ്പേസ്. ദേ ആർ ജനറലി ഷോൺ വിത്ത് ലിമിറ്റ്സ്. അതായത് നമുക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഫങ്ഷനോട് കൂടിയിട്ടുള്ളൊരു കമ്പോണൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്പേസിൻ്റെയോ ഭാഗത്തിനെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ഫങ്ഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ ഫങ്ഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയമെൻഷൻ വിച്ച് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ദ ഫങ്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് ഓർ സ്പേസ്. അതായത് ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്പേസിനെയോ അത്ര അത്യാവശ്യമല്ലാത്ത ഒരു ഭാഗത്തെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നും അല്ലാത്ത ആ ഭാഗത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നോൺ ഫങ്ഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എഫും എൻ എഫും നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി ഓക്സിലറി ഓർ റെഫറൻസ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയമെൻഷൻ ഗിവൺ ഫോർ ഇൻഫർമേഷൻ ഉള്ളി. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡയമെൻഷൻസിനെയാണ് നമ്മൾ ഓക്സിലറി ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഇൻഫർമേഷൻസും ചിലപ്പോൾ നമുക്കൊരു ഡ്രോയിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ആ ഡ്രോയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിൽ നിന്നോ ഒക്കെ കിട്ടാം.
ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂസ് ഗിവൺ ഓൺ ദ ഡ്രോയിങ് ഓർ എ റിലേറ്റഡ് ഡോക്യുമെൻറ്റ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഗിവൺ ഇൻ ദ പ്രൊഡക്ഷൻ ഓർ ഇൻസ്പെക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഗിവൺ, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെ നമ്മളൊരു പിക്ചറിൽ കാണിക്കുക എന്നുള്ളതാണ് ഓക്സിലറി ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഓക്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നോൺ ഫങ്ഷണൽ, ഫങ്ഷണൽ, ഇതെല്ലാം നമുക്ക് പിക്ചറിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി സൈസ് ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സൈസിനെ ഡയമെൻഷൻ ചെയ്യുക. അതായത് ഒരു കമ്പോണൻറ്റിൻ്റെ ഹോൾസ്, അതുപോലെ തന്നെ സ്ലോട്ട്, അതുപോലെ ഡെപ്ത്ത്, വിഡ്ത്ത്, റേഡിയസ്, ഇതിനൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സൈസസുകളുണ്ടാവും. അപ്പോൾ ആ സൈസസിനെ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈസ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് L1, L2, L3, പിന്നെ അതിൻ്റെ അകത്തുള്ളത് H1, ഇതൊക്കെ എന്താണ്, അതുപോലെ S, ഇതൊക്കെ സൈസ് ഡയമെൻഷനാണ്. അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോരോ പാർട്ടുകളുടെ ഡെപ്ത്ത്, വിഡ്ത്ത്, റേഡിയസ് ഒക്കെ കാണിക്കുന്ന ഡയമെൻഷൻസ്. ഇനി ലൊക്കേഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഗിവ് ഓർ ഫിക്സസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫീച്ചേഴ്സ് with center of holes or slots and any significant form. അതായത് നമ്മളൊരു ചിത്രത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോം ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മറ്റ് ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ ഡയമെൻഷൻ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ലൊക്കേഷൻ, ഈ ഹോള് ഈ ചിത്രത്തിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കറക്റ്റായിട്ട് തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലൊക്കേഷൻ ഡയമെൻഷൻ. അതായത് L4, L5, L6 എന്ന് പറയുന്നത്. L4 എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ മൊത്തം ഈ ചിത്രത്തിലെ എവിടെയാണ് ഇത് വരുന്നത് എന്നുള്ളത് കിട്ടും, അതായത് ഇതിൻ്റെ മാക്സിമം. ഓക്കെ, ഇനി L5 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലോട്ടിൻ്റെ സെൻറ്റർ എവിടെ വരുന്നു എന്നുള്ളത് കിട്ടും. ഇനി L6 എന്ന് പറയുന്നത് ഇത് എത്ര ഹൈറ്റ് വരെയാണ് ഇതിൻ്റെ ഈ ഒരു സർക്കിൾ വരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സർക്കിൾ വരയ്ക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഹോൾ ഇവിടെ ഉള്ളതിനെ എവിടെയാണ് നമ്മൾ ഈ ഹോളിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഈ L4ഉം L5ഉം L6ഉം നോക്കിയാൽ കിട്ടും. അതാണ് ലൊക്കേഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഇൻ ജനറൽ unless or otherwise specified in millimeter on the dimension of drawings, the abbreviation millimeter is omitted and a general note is given in an appropriate corner as all dimensions are in mm. അതായത് നമുക്ക് എപ്പോഴും ഒരു ഡ്രോയിങ്ങിലുള്ള യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്ററാണ്. അതായത് ഞാൻ പറഞ്ഞു മീറ്ററിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മില്ലിമീറ്ററാണ് നമ്മളെപ്പോഴും ഡ്രോയിങ്ങിൽ നമ്മൾ പറയാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഡ്രോയിങ് ഡയമെൻഷനിങ്ങിൽ നമ്മൾ കാണിക്കാറുള്ളത് മില്ലിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ഒരു കോർണറിലായിട്ട് നമ്മൾ എഴുതി വെക്കും ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡ്രോയിങ്ങിൽ ആ ഒരു ഡ്രോയിങ് പേപ്പറിൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും നമ്മൾ ഡയമെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മില്ലിമീറ്ററിൽ ആണ് എന്നാണ് നമ്മൾ അവിടെ സ്പെസിഫൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ചിലപ്പോൾ തരുന്ന എക്സാമിന് തരുന്ന ക്വസ്റ്റ്യനിലൊക്കെ 1.6 സെൻറ്റിമീറ്റർ എന്നാണ് തരുന്നതെങ്കിൽ കൂടി നമ്മൾ ആ ചിത്രം വരയ്ക്കുമ്പോൾ ആ ഒരു ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ ഡയമെൻഷൻ ചെയ്ത് വെക്കേണ്ടത് മില്ലിമീറ്ററിലായിരിക്കണം. അതായത് 1.6 എന്ന് പറയുമ്പോൾ എത്ര 1.6 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 16 മില്ലിമീറ്റർ. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഡ്രോയിങ് ഷീറ്റിൽ എല്ലാ അളവുകളും നമ്മൾ മാർക്ക് ചെയ്യുന്നത് മില്ലിമീറ്ററിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഒരു കോർണറിൽ നമുക്ക് എഴുതി വെക്കാം ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm. ഓക്കെ, ഇനി നമുക്ക് എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് ആണ് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് ഓരോ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിന്
അത് യൂസ് ചെയ്യുന്നതിൻ്റെ ഓരോ പ്രത്യേക തരത്തിലുള്ള ലൈനുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റതാണ് എക്സ്റ്റൻഷൻ ലൈൻ. എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഒരു ഭാഗത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് പർട്ടിക്കുലറായിട്ട് കാണിക്കണം എന്ന് വെച്ചാൽ ആ ലെങ്ത്തിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ ലെങ്ത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു വരയെടുക്കുക. അതായത് ഇപ്പോൾ രണ്ട് സെൻറ്ററുകൾക്കിടയിലുള്ള ലെങ്ത്താണ് നമ്മൾ കാണിക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ എഴുതാൻ പറ്റില്ല. കാരണം ഇതെന്താണ്, ഒരിക്കലും നമ്മളൊരു ഫിഗറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഡയമെൻഷൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇതും തമ്മിലുള്ള ലെങ്ത്ത് എത്രയാണ്, ഇതിന് ഈ രണ്ട് സെൻറ്ററുകൾക്കിടയിലുള്ള ലെങ്ത്ത് എത്രയാണ് നമുക്ക് കാണിക്കണമെങ്കിൽ ഈ ചിത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പുറത്ത് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. അതായത് 3.50 ആണ് ഈ രണ്ട് സെൻറ്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ പുറത്തേക്ക് എടുത്ത ഈ നമ്മൾക്ക് ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരച്ച ഈ ലൈനുകളെയാണ് നമ്മളെന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 1.62 മാർക്ക് ചെയ്തു. അപ്പോൾ അത് ഏത് ഹൈറ്റാണ്, ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ഇതിൻ്റെ മുകൾ ഭാഗം വരെയുള്ള ഹൈറ്റ്. അപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് നിന്നും അതുപോലെ താഴെ നിന്നും നമ്മൾ പുറത്തേക്ക് വരച്ചെടുത്തു. അപ്പോൾ ഈ ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റൻഷൻ ലൈൻ. എന്നിട്ട് ഇതിനെ രണ്ടിനെയും പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ ഡയമെൻഷൻ കൊടുത്തത്. അതുപോലെ തന്നെ ഈ ബോട്ടം സൈഡ് ആണെങ്കിൽ ഈ രണ്ട് സൈഡിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡയമെൻഷൻ 4.75 കൊടുത്തത്. അപ്പോൾ ഡയമെൻഷൻ ലൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ആ ഒരു ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ചെറിയ ലൈനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ റേഡിയസ് എന്നൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3.50 നമ്മൾ എഴുതിയ ഈ ലൈനാണ് ആക്ച്വലി ഡയമെൻഷൻ ലൈൻ. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ്, ഡയമെൻഷൻ ലൈൻ, ഇതും ഡയമെൻഷൻ ലൈൻ. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഡയമെൻഷൻ ലൈൻ. അതായത് ഈ ഡയമെൻഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയമെൻഷൻ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ്സിൽ എന്തുണ്ടാവും, ആരോ ഹെഡ്സ് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ രൂപത്തിലുള്ള ആരോകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ആരോ ഹെഡ്സ്. അപ്പോൾ ആരോ ഹെഡ്സോട് കൂടിയിട്ടുള്ള ഡയമെൻഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി ലീഡർ ലൈൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു വൃത്തത്തിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആർക്കിനെയോ ഒക്കെ അതിൻ്റെ എല്ലാം ആരം അല്ലെങ്കിൽ വ്യാസം, റേഡിയസ് ഓർ ഡയമീറ്റർ, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് അതിനെ എടുക്കുന്നതാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ലീഡർ ലൈനാണ്. അത് ഇവിടെ ഈ ഒരു സർക്കിളിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് ഈ ഒരു ലീഡർ ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഉള്ളിലുള്ള ഈ ചെറിയ വൃത്തത്തിൻ്റെ ഡയമീറ്റർ ആണ് ഇവിടെ ഈ ലീഡർ ലൈൻ വെച്ചിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, ലീഡർ ലൈൻസ് ആണ്. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കർവ്ഡ് ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ കർവ് എത്രയാണ് അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ റേഡിയസ് വരുന്നത് അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ വ്യാസം വരുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ലീഡർ ലൈൻ എന്ന് പറയുന്നത്. ഇനി ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈൻസ് എന്ന് പറയുന്നത് അതാണ് ആരോ ഹെഡ്സ്. അതായത് ഡയമെൻഷൻ ലൈനിൻ്റെ രണ്ട് ആരോ ഹെഡുകളുടെ ടെർമിനേഷൻ എങ്ങനെയായിരിക്കും, വിത്ത് ആരോ ഹെഡ്സ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി എപ്പോഴും നമ്മൾ ഈ ഡയമെൻഷൻ ലൈൻസ് ഈ ഒരു എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മൾ ആ ഡയമെൻഷൻ കാണിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചിത്രത്തിലൂടെ വേറെ ഒന്ന് പറയാനുള്ളത്, ഇവിടെ ലോക്കൽ നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അഡീഷണലായിട്ട് ഇതെങ്ങനെയാണ് ഈ ചിത്രം വെച്ചിരിക്കുന്നത് അല്ലെ ഇത് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ നോട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ജനറൽ നോട്ട് എന്ന് പറയുന്നത് റൗണ്ട്സ് ആൻഡ് ഫിലോ ആർ, അതായത് നമുക്ക് ഓരോ ഭാഗത്തിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും റിമാർക്കുകൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുന്നതാണ് ജനറൽ നോട്ട് എന്ന് പറയുന്നത്.
പിന്നെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും സെൻറ്റർ ലൈൻ യൂസ്ഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ലൈൻ. അതായത് ഈ രണ്ട് സർക്കിളിൻ്റെയും സെൻട്രൽ കൂടി പോകുന്ന ലൈനാണ് സെൻറ്റർ ലൈൻ അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻ ലൈനായിട്ട് യൂസ് ചെയ്തത് എന്താണ്? ഈ സെൻറ്റർ ലൈനെ നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എക്സ്റ്റൻഷൻ ലൈനായിട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് സെൻറ്റർ ലൈൻ യൂസ്ഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ലൈൻ എന്ന്. ഇനി എക്സ്റ്റൻഷൻ ലൈനിൻ്റെ പ്രത്യേകതകൾ: ഇറ്റ് ഈസ് എ തിൻ ലൈൻ പ്രൊജക്റ്റഡ് ഫ്രം ദ ഫീച്ചേഴ്സ് ആൻഡ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് ദ ഡയമെൻഷൻ ലൈൻ. അതായത് നമ്മൾ ഒരു പ്രത്യേക ഫീച്ചർ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുന്ന ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രണ്ട് എക്സ്റ്റൻഷൻ ലൈനിനെ ജോയിൻ ചെയ്തിട്ടായിരിക്കും ഡയമെൻഷൻ ലൈൻ ഉണ്ടാവുക. It is normally perpendicular to the features being dimensioned but may be drawn obliquely as shown for dimension tapers parallel or each other. അതായത് നമുക്ക് എപ്പോഴും ഇതിൻ്റെ അകത്ത് എക്സ്റ്റൻഷൻ ലൈൻസ് ഉണ്ടാവില്ല എപ്പോഴും പെർപെൻഡിക്കുലർ. അതായത് നമ്മൾക്ക് ഏത് ഫീച്ചറിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ഫീച്ചറിൻ്റെ ഡയമെൻഷനാണോ നമുക്ക് കാണിക്കേണ്ടത് ആ ഫീച്ചറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രിയിലായിട്ടായിരിക്കും എപ്പോഴും നമ്മൾ എക്സ്റ്റൻഷൻ ലൈനെ വരയ്ക്കുക. ഇനി എക്സ്റ്റൻഷൻ ലൈൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻസ് ഷുഡ് നോട്ട് ക്രോസ് ദ ഡയമെൻഷൻ ലൈൻ ബട്ട് വെർ നോട്ട് പോസിബിൾ ദ ലൈൻസ് ഷുഡ് നോട്ട് ബ്രേക്ക്. അതായത് നമ്മൾ എക്സ്റ്റൻഷൻ ലൈന് ഒരിക്കലും എക്സ്റ്റൻഷൻ ലൈൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ പ്രൊജക്ഷൻ ലൈൻസ്. അപ്പോൾ എക്സ്റ്റൻഷൻ ലൈൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻസ് ഒരിക്കലും ഒരു ഡയമെൻഷൻ ലൈനെയും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതായത് ഒരിക്കലും ഒരു ഡയമെൻഷൻ ലൈനിൻ്റെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കാൻ പാടില്ല. ഇനി അടുത്ത ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡു നോട്ട് ടച്ച് ദ ഓബ്ജെക്റ്റ് സ്റ്റാർട്ട് 1.5 millimeter away from the object extended past the dimension line 3 millimeter. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഒരിക്കലും ഈ ഒരു എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒബ്ജക്റ്റിൽ നിന്ന് തട്ടിയല്ല നമ്മൾ വരയ്ക്കേണ്ടത്. ഒബ്ജക്റ്റിൽ നിന്ന് കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ്, എല്ലാ എക്സ്റ്റൻഷൻ ലൈനും ഈ ഒബ്ജക്റ്റുമായിട്ടൊരു ചെറിയ ഗ്യാപ്പ് കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കാൻ പാടുള്ളൂ. അതായത് ഒബ്ജക്റ്റിൻ്റെ തിക്നെസ് നോക്കുക, ഒബ്ജക്റ്റിൻ്റെ ലൈൻ തിക്നെസ് എന്താ കൂടുതലാണ്, പക്ഷേ ഈ എക്സ്റ്റൻഷൻ ലൈൻ്റെയും ഡയമെൻഷൻ ലൈൻ്റെയും തിക്നെസ് എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റിൻ്റെ നമ്മൾ പുറം ഭാഗത്ത് 0.7 ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ കുറച്ച് തിക്കായിട്ട് വരയ്ക്കുക. ലൈറ്റ്, അതായത് 0.5 ഒക്കെ യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഡയമെൻഷൻ ലൈനും അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ലൈനും വരയ്ക്കാം. അപ്പം ഈ വരയ്ക്കുന്ന സമയത്ത് ഈ എക്സ്റ്റൻഷൻ ലൈൻ ഒരിക്കലും ഈ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സിനെ ടച്ച് ചെയ്യാതെ ഒരു കുറഞ്ഞൊരു ഗ്യാപ്പ്, അതായത് 1.7 millimeter അല്ല 1.5 millimeter ഗ്യാപ്പ് വിട്ടതിന് ശേഷം വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻ ലൈനുകളെ തന്നെ ഇനി പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ തിൻ കണ്ടിന്യൂസ് ലൈൻസ്. അതായത് ദീസ് ആർ തിൻ കണ്ടിന്യൂസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ദ ലൈൻസ് എല്ലാം എന്താണ്? നമ്മളിവിടെ പറഞ്ഞു ഡയമെൻഷൻ ലൈൻസ് എങ്ങനെയാണ്? വളരെ തിന്നാണ് അല്ലേ. നമ്മൾ ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് എന്താണ്? തിന്നായിട്ടുള്ള ലൈൻസ് ആണ് എന്തിനുള്ളത്? ഡയമെൻഷൻ ലൈനിൽ. അപ്പം ദീസ് ആർ തിൻ കണ്ടിന്യൂസ് ലൈൻസ് terminated at ends by arrowheads, dots or oblique lines touching the extension line. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയമെൻഷൻ ലൈൻസ് പരിചയപ്പെടാം. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഡയമെൻഷൻ ലൈൻസ് ആണ്. ഇപ്പോൾ ഡയമെൻഷൻ ലൈൻസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തിന്നായിട്ടുള്ള ലൈനായിരിക്കും ഉണ്ടാവുക, പക്ഷേ അതിൻ്റെ എൻഡ്സിൽ എന്തുണ്ടാവും? ആരോ ഹെഡ്സ് ഉണ്ടാവും. ഇനി ഈ ആരോ ഹെഡ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആരോ ഹെഡ്സ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ ആരോ ഹെഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഓപ്പൺ അപ്പ് ആയിട്ട് വരയ്ക്കുന്നതാണ് ഓപ്പൺ ആരോ ഹെഡ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാ ഭാഗവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആരോ ഹെഡ്. ക്ലോസ്ഡ് ആൻഡ് ഫിൽഡ് എന്ന് പറയുന്നത് എന്താ? ആ ക്ലോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഡാർക്കൺ ചെയ്തതാണ് ക്ലോസ്ഡ് ആൻഡ് ഫിൽഡ്. ഇനി ഒബ്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈൻ വരച്ചിട്ട് ഒരു ക്രോസ് ആയിട്ട് ഒരു 45 ഡിഗ്രിയിൽ
ഒരു ലൈൻ വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഒബ്ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആരോ ഹെഡ്സ് ആണ്. ഇനി ആരോ ഹെഡ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വേറെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അതായത് പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരോ ഹെഡ്സ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലോസ്ഡ് ആൻഡ് ഫിൽഡ് ആരോ ഹെഡാണ് വരയ്ക്കേണ്ടതെങ്കിൽ ഇതിൽ ഈ ഫില്ലിങ്സിന് അല്ലെങ്കിൽ ഈ വരയ്ക്കുന്ന ഈ ഷേപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ വരയ്ക്കുന്ന ആരോ ഹെഡിൻ്റെ വിഡ്ത്ത് 1 മില്ലിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് അതിൻ്റെ 3 ടൈംസ് ആയിരിക്കണം. അതായത് 1 ആണ് നിങ്ങൾ ഇതിൻ്റെ ഹൈറ്റ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എത്ര ആയിരിക്കണം, 3 ആയിരിക്കണം. ഓക്കെ, അപ്പം ഇതിൻ്റെ വീതിയുടെ 3 മടങ്ങ് കൂടുതലായിരിക്കും ഇതിൻ്റെ ഒരു ആരോ ഹെഡിൻ്റെ ലെങ്ത്ത് സാധാരണ ഉണ്ടാവുക. ഇനി ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആരോ ഹെഡ്സ് വരാം എന്നുള്ളത്. ഓക്കെ, ഡയമെൻഷൻ ലൈൻ മേ കട്ട് ഓർ ക്രോസ് അനദർ ഡയമെൻഷൻ ലൈൻ വേർ ദർ ഈസ് നോ അതർ വേ. അതായത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്റ്റൻഷൻ ലൈൻ ഡയമെൻഷൻ ലൈനിൽ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡയമെൻഷൻ ലൈനുകൾ വേണമെങ്കിൽ പരസ്പരം ക്രോസ് ചെയ്യാം. അതായത് വേറൊരു രീതിയിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ക്രോസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷൻ ലൈൻസ് തമ്മിൽ ജസ്റ്റ് ക്രോസ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യാൻ കഴിയും. ഡയമെൻഷൻ ടു ദ ഹിഡൻ ലൈൻസ് ആർ ലൈൻസ് ബി അവോയ്ഡഡ്. അതായത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഭാഗത്തിന് നമ്മൾ സാധാരണ ഡയമെൻഷൻ ചെയ്യാറില്ല. അതായത് നമ്മളിപ്പോൾ ഒരു വീടിനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിലുള്ള അതിൻ്റെ ഒരു കാര്യങ്ങളാണ് കാണുക, അല്ലേ? അപ്പോൾ സിറ്റ് ഔട്ട് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അതിനെ നമുക്ക് പിക്ചറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ബാക്കിൽ എന്തൊക്കെയാണെന്നുള്ളത്, ആ ബാക്കിലും ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളില്ലേ, പക്ഷെ അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ആ ഒരു നമ്മൾ കാണാത്ത ബാക്കിലുള്ള ആ ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഹിഡൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ലൈൻസ് ഒക്കെ എന്താണ്, ഹിഡൻ ലൈൻസ്. അപ്പോൾ നമ്മൾ പിക്ചറിൽ ആ പുറമേയുള്ള നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഭാഗത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഡയമെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ആരോ ഹെഡ്സ് മേ ബി പ്ലേസ്ഡ് ഔട്ട്സൈഡ് വേർ സ്പേസ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. അതായത് നമുക്ക് ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ഡയമെൻഷൻ ചെയ്യേണ്ടതെങ്കിൽ നമ്മളിങ്ങനെ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആരോ ഹെഡ് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയമെൻഷൻ ഹെഡ് നമുക്ക് പുറമേ ആയിട്ടും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ഡയമെൻഷൻ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഡയമെൻഷൻ ലൈൻ എപ്പോഴും 10 മില്ലിമീറ്റർ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ദൂരെയായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, അതുപോലെ 2 ഡയമെൻഷൻ ലൈനുകൾക്കിടയിൽ ഉണ്ടാവേണ്ട ദൂരം എന്ന് പറയുന്നത് 6 മില്ലിമീറ്റർ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കണം, 10 മില്ലിമീറ്റർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് 1 സെൻറ്റിമീറ്റർ, നിയർ ടു 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ 2 ഡയമെൻഷൻ ലൈനുകൾ അടുത്തടുത്ത് വരുന്നുവെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം ഉണ്ടാവേണ്ടത്, 6 മില്ലിമീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ആരോ ഹെഡിനെ നമുക്ക് വേണമെങ്കിൽ ഡയമെൻഷൻ ലൈനിൻ്റെ പുറത്ത് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അത് ഇതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 0.44 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആരോ ഹെഡ് ഇതിൻ്റെ ഉള്ളിലിട്ടാൽ പിന്നെ ഈ 0.44 ഇവിടെ എഴുതാൻ സ്ഥലമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആരോ ഹെഡിനെ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് പുറത്ത് മാർക്ക് ചെയ്തു. എങ്കിലും അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്നെയാണ്, ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിനെ തന്നെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ആരോ ഹെഡ്സ് മേ ബി പ്ലേസ്ഡ് ഔട്ട്സൈഡ് വേർ സ്പേസ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. ആവശ്യത്തിന് സ്ഥലമില്ല എങ്കിൽ നമുക്ക് ആരോ ഹെഡിനെ എന്ത് ചെയ്യാം, പുറത്ത് വെക്കാം. അടുത്ത ലീഡർ ലൈൻ ആണ്. ലീഡർ ലൈൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു കർവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കുലർ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ എടുത്ത് കാണിക്കാൻ, അതിൻ്റെ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലീഡർ ലൈൻ. അതിൻ്റെ ഒരു ആരോ ഹെഡും ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് എ തിൻ കണ്ടിന്യൂസ് ലൈൻ
It connected a node or dimension with the features to which is applied. അതായത് നമുക്ക് ഏതൊരു ഫീച്ചർ, നമ്മൾ പറഞ്ഞ പോലെ സർക്കിൾ എന്ന് ഞാൻ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഏതൊരു ഭാഗം ആവാം കേട്ടോ, അതായത് ഇപ്പോൾ ഒരു ട്രയാങ്കുലർ ആവാം, ഏത് ഷേപ്പ് ആണെങ്കിലും ആ ഒരു ഭാഗത്തിനെ അല്ലെങ്കിൽ ഏത് ഭാഗത്തിനെയാണോ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെ ഏത് ഭാഗത്തിൻ്റെ ഡയമെൻഷനാണോ നമുക്ക് കാണിക്കേണ്ടത്, ആ ഡയമെൻഷൻ ചെയ്യേണ്ട ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു നോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഡയമെൻഷൻ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ലീഡർ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടെർമിനേഷൻ ആൻഡ് ഒറിജിൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ സൈസ് ഓഫ് ദ ടെർമിനേഷൻ അല്ലെങ്കിൽ എന്താ ആരോ ഹെഡ്, അതായത് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമെൻഷൻ ലൈൻ്റെ 2 എൻഡ്സിലുള്ളതാണ് ടെർമിനേഷൻ. ഓക്കെ, ദ സൈസ് ഓഫ് ദ ടെർമിനേഷൻ ഷാൾ ബി പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് ദ ഡ്രോയിങ്. അതായത് നമ്മൾ വലിയ ചിത്രം വരച്ചിട്ട് അതിൽ ചെറിയ ആരോ ഹെഡ് വരച്ചാൽ അതെന്തായിരിക്കും, വൃത്തികേടായിരിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ ചിത്രമാണ് നമ്മൾ വരച്ചതെങ്കിൽ അതിനെ നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി ഡയമെൻഷൻ ലൈനിൽ വലിയ ആരോ ഹെഡുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതും പ്രോപ്പർ ആയിരിക്കില്ല. അപ്പം എപ്പോഴും ആ ഒരു നമ്മൾ വരയ്ക്കുന്ന പിക്ചറിന് ആനുപാതികമായിട്ടുള്ള സൈസ് വേണം നമ്മളെപ്പോഴും ആരോ ഹെഡ്സിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൺലി വൺ സ്റ്റൈൽ ഓഫ് ആരോ ഹെഡ് ഷാൾ ബി യൂസ്ഡ് ഓൺ എ സിംഗിൾ ഡ്രോയിങ്. അതെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആരോ ഹെഡ്സ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചിത്രത്തിൽ ഒരു ഭാഗം മാർക്ക് ചെയ്യാൻ നമ്മൾ ഓപ്പൺ യൂസ് ചെയ്തു, ഒരു ഭാഗം യൂസ് ചെയ്യാൻ ക്ലോസ്ഡ് യൂസ് ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഡ്രോയിങ്ങിൽ എപ്പോഴും ഒരൊറ്റ ടൈപ്പ് ആരോ ഹെഡുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ കാണിച്ചിരിക്കുന്നതുണ്ടോ, എല്ലാം എന്താണ്, ക്ലോസ്ഡ് ഫീൽഡാണ്. ഒന്നും ഓപ്പൺ അല്ല, അല്ലെങ്കിൽ ഒന്നും വേറെ രീതിയിലല്ല ഉള്ളത്, ക്ലോസ്ഡ് മാത്രമല്ല. അപ്പോൾ എല്ലാം എന്താണ്, ക്ലോസ്ഡ് ഫീൽഡാണ്. അപ്പോൾ അതുപോലെ നമ്മളൊരു പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ അതിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഒരേപോലെയുള്ള ആരോ ഹെഡ്സ് യൂസ് ചെയ്തിട്ടാണ്. However, where the space is too small for the arrowheads, it may be substituted by a dot or by an oblique line. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ലിക് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വരയിട്ടിട്ടാണ് അല്ലേ. അപ്പോൾ ഒരു ചെറിയ ഒട്ടും സ്പേസ് ഇല്ലാതെ നമ്മൾ ആരോ ഹെഡ് ഇതുപോലെ വരയ്ക്കാൻ സ്പേസ് ഇല്ല എന്നുള്ള അവസ്ഥയാണുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു ഡോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒബ്ലിക് ലൈൻ വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എൻഡ്സിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയുള്ളൂ. അല്ലാതെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മറ്റ് ആരോ ഹെഡ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ചിത്രത്തിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. Arrowheads are drawn as short lines forming bars at any convenient included in angle between 15 degree and 90 degree. They may be open, closed or closed and filled in. Oblique strokes are drawn as ഷോർട്ട് ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ ഹെഡ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ് നമ്മൾ ഈ ചെറിയ ലൈൻസുകളുടെ ഇടയിലുള്ള സ്പേസ് 15 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ സാധാരണ മേക്ക് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ഷോർട്ടായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ ഒബ്ലിക് ലൈൻസ് യൂസ് ചെയ്യുക. അവിടെ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കണം, 45 ഡിഗ്രിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഒരു ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് അതിൽ ടെർമിനേഷൻ അല്ലെങ്കിൽ ഒറിജിൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് ആരോ ഹെഡ് ഒരു ഡയമെൻഷൻ ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റും ഡയമെൻഷൻ സിസ്റ്റമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. താങ്ക് യു.